ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സ് വെയർ ചെയ്താലാണ് നിങ്ങളെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആവത്തില്ല അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ വേറെയാണ്. നമ്മളപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അണ്ടർ ടോൺ ആണ്. എന്താണ് അണ്ടർ ടോൺ? അണ്ടർ ടോൺ എന്ന് പറയുമ്പോഴത്തേനും 3 ടൈപ്പ് അണ്ടർ ടോൺസ് ആണുള്ളത്. വാം അണ്ടർ ടോൺ ഉണ്ട്, കൂൾ അണ്ടർ ടോൺ ഉണ്ട്, അതുപോലെ ന്യൂട്രൽ അണ്ടർ ടോൺ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തോ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പർ നമ്മുടെ ബെയർ ആയിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മേക്കപ്പ് ഇല്ലാണ്ട്, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലും ഇടാൻ പാടില്ല നിങ്ങൾ. എന്നിട്ട് ഈ ഒരു വൈറ്റ് പേപ്പർ നിങ്ങളുടെ ഫേസിലോട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഫേസ് ഒരു യെല്ലോയിഷ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു വാം അണ്ടർ ടോണിലുള്ള ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒരു പിങ്ക് കളറായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒരു കൂൾ അണ്ടർ ടോണിൽ പെട്ട ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ സ്കിന്ന് വന്നിട്ട് ഒരു ഗ്രീനിഷോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടർ ടോൺ വന്നിട്ട് ന്യൂട്രൽ അണ്ടർ ടോൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അണ്ടർ ടോൺ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. നമുക്ക് ഗോൾഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ സൺ എക്സ്പോഷർ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അതുപോലെ നിങ്ങൾ വെയിൻ നോക്കിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. വെയിൻ നോക്കിയിട്ട് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.